അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കാൻ ഇറാൻ ശ്രമിച്ചാൽ സാധിക്കും. അന്നും ഇന്നും എന്നും സാധിക്കും. അപ്പം തങ്ങളുടെ ഇറാൻ്റെ അകമ്പടി കപ്പലുകൾ ഇല്ലാതെ ഹോർമൂസ് വഴി ഒരു രാജ്യത്തിനും ചരക്ക് കൊണ്ടുപോകാനോ പുറത്തെത്തിക്കാനോ കഴിയില്ല. കടന്നു പോകുന്ന കപ്പലുകളുടെ കയ്യിൽ നിന്നും ഇറാൻ ചുങ്കം പിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അതൊരു വിവാദ വിഷയമായി. പക്ഷേ തടയാൻ അമേരിക്ക കഴിയുന്നില്ല. യഥാർത്ഥ ശക്തി ഇറാൻ്റെ കരയുദ്ധത്തിലാണല്ലോ. അത് പരിശോധിക്കാൻ പോലും ടെസ്റ്റ് ചെയ്യാൻ പോലുമുള്ള അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമേരിക്ക ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാനിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക മധ്യസ്ഥ ചർച്ചകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഈ ഇറാനെ വളഞ്ഞു നിൽക്കുന്ന US യുദ്ധക്കപ്പലുകളും സേനാവ്യൂഹവും മാറ്റില്ല എന്നും അവിടെ തന്നെ കാണുമെന്നും ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസിലെ ഒരു ബോംബ് ഗണിയെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിച്ചത്. ഇറാൻ വൻകരയോട് ചേർന്ന കടൽ മേഖലയിൽ കപ്പലുകൾ സാധാരണ പോകാറുള്ള പാതയിൽ യുദ്ധസമയത്ത് റവല്യൂഷണറി ഗാർഡ് ബോംബുകൾ സ്ഥാപിച്ചത് ഓർക്കണമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസിൽ സംയുക്ത സേനയുടെ അകമ്പടിയോടെ കപ്പൽ ഗതാഗതം നടത്താൻ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുമ്പോഴാണ് ഇറാൻ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. ഇത് US-നെയും പാശ്ചാത്യ രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാനുള്ള ഇറാന്റെ തന്ത്രമാണോ? ഹോർമൂസ് ആണ് എക്കാലത്തും ഇറാൻ്റെ തുറുപ്പുചീട്ട്, അതിൽ സംശയമൊന്നുമില്ല. ഹോർമൂസ് ഈ യുദ്ധം ഈ 40 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹോർമൂസ് വെച്ച് ഇറാന് ഭാവിയിലും ലോകത്തോടായി, അമേരിക്കയോട് മാത്രമല്ല ലോകത്തോട് വിലപേശാൻ കഴിയും എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ ഹോർമൂസിലൂടെ യഥേഷ്ടം കപ്പലുകൾക്ക്, ഏത് രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് കടന്നു പോകാമായിരുന്നു. ഇറാൻ അങ്ങനെ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യും എന്നൊരു ചിന്തയൊന്നും അമേരിക്കയ്ക്കോ ലോകരാജ്യങ്ങൾക്കോ ഗൾഫ് രാജ്യങ്ങൾക്കോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇറാൻ എക്കാലത്തും ഇക്കാര്യം മുൻകൂട്ടി കണ്ടിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഈസ് വിത്ത് അസ് എന്ന് ഇറാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് ഹോർമൂസ് കടലെടുക്ക് ഒരു ഫ്ലാഷ് പോയിൻ്റായി മാറി, ചോക്ക് പോയിൻ്റായി മാറി. ഗൾഫ് മേഖലയുടെ ജീവനാഡി എന്ന് പറയുന്നത് ഹോർമൂസിലൂടെ കടന്നു വരുന്ന വിഭവങ്ങളും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന ക്രൂഡ് ഓയിൽ എന്ന വിഭവമാണ്. ഇതില്ലാതെ ഗൾഫ് രാജ്യങ്ങളില്ല. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കാൻ ഇറാൻ ശ്രമിച്ചാൽ സാധിക്കും. അന്നും ഇന്നും എന്നും സാധിക്കും. ഇത് ഇറാൻ നന്നായിട്ടറിയാം. ഒരിക്കലും ആ ഒരു വജ്രായുധം ഇറാൻ പുറത്തെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇറാൻ അത് പുറത്തെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒരു കണ്ടീഷൻ എന്ന നിലയിൽ ഹോർമൂസ് തുറക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഇറാന് മുന്നിൽ വയ്ക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക്. ഹോർമൂസിന് വിഷയമേ ആയിരുന്നില്ല. വിഷയമെല്ലാം തന്നെ ഇറാൻ്റെ ആണവ നിലയങ്ങൾ പൂട്ടുക, ഇറാൻ്റെ മിസൈൽ പ്രതിരോധ ശേഷി അവസാനിപ്പിക്കുക, ഇറാൻ്റെ ഭരണകൂടം മാറുക, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ ചർച്ചകൾ പ്രധാനമായും ഹോർമൂസിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇനി ഹോർമൂസിലേക്ക് കടക്കാം. ഹോർമൂസിൽ ഇറാൻ പറയുന്നത് ഹോർമൂസിൽ തങ്ങൾ മൈനുകൾ വിതറിയിട്ടുണ്ട്. ജലത്തിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ച് നിർത്താവുന്ന, എന്നാൽ കപ്പലുകൾ മുകളിൽ പോകുമ്പോൾ താഴെ നിന്ന് പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന മൈനുകളുണ്ട്. ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിവിധങ്ങളായ കാറ്റഗറി മൈനുകളുണ്ട്. അതെവിടെയാണ് കൃത്യമായി പ്ലാന്റ് ചെയ്തത് എന്ന് അറിയാവുന്നത് തങ്ങൾക്ക് മാത്രം. അപ്പം തങ്ങളുടെ ഇറാൻ്റെ അകമ്പടി കപ്പലുകൾ ഇല്ലാതെ ഹോർമൂസ് വഴി ഒരു രാജ്യത്തിനും ചരക്ക് കൊണ്ടുപോകാനോ പുറത്തെത്തിക്കാനോ കഴിയില്ല. ഇത് ഉറപ്പുവരുത്താൻ ഇറാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. അതോടൊപ്പം യുദ്ധത്തിൽ തങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരം വേണം. ഇല്ല എങ്കിൽ അത് ഈടാക്കാൻ തങ്ങൾക്കറിയാം. അതിലേക്കൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളിൽ നിന്നും നിശ്ചിത തുക ചുങ്കം പിരിച്ചുകൊണ്ട് ഹോർമൂസിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ. ഒരു കാലത്തും ചെയ്തിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുൻപൊന്നും ഇറാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഒരിക്കൽ പോലും അത് ചെയ്യാനുള്ള ധൈര്യം കാട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയധികം ആക്രമണം നേരിട്ട ഇറാൻ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഹോർമൂസിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതിന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ കയ്യിൽ നിന്നും ഇറാൻ ചുങ്കം പിരിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. അതൊരു വിവാദ വിഷയമായി. പക്ഷേ തടയാൻ അമേരിക്ക കഴിയുന്നില്ല. ഇറാൻ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കപ്പലുകൾക്ക് ബലം പ്രയോഗിച്ച് ഹോർമൂസിലൂടെ കടന്നു പോകാമെങ്കിൽ പൊയ്ക്കോളൂ. ഞങ്ങളുടെ തോക്കിൻ്റെ കാഞ്ചിയിൽ കൈവിരലുകൾ ഭദ്രമാണ്. അതൊന്ന് ഞൊടിക്കേണ്ട താമസമേ ഉള്ളൂ. നിങ്ങളുടെ കപ്പലുകൾ തകരും. അതുകൊണ്ട് ബലപ്രയോഗമൊന്നും ഹോർമൂസ് കാട്ടിക്കൊണ്ട് അവിടെ കൂടെ അമേരിക്കയുടെ ബലപ്രയോഗം, യൂറോപ്യൻ രാജ്യങ്ങളുടെ ബലപ്രയോഗം,
അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ട്രംപ് മാടി വിളിച്ചല്ലോ, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് എണ്ണ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ എണ്ണ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ഇറാൻ പറയുന്നു ഇറാൻ്റെ ടേംസിൽ മാത്രമേ ഹോർമൂസിലൂടെ എണ്ണയോ മറ്റെന്തെങ്കിലും വിഭവങ്ങളോ കൊണ്ടുപോകാനാവൂ. ഒരുപക്ഷെ ഇറാൻ്റെ ഏറ്റവും വലിയ സാധ്യതയും അതാണ്. നെഗോഷിയേറ്റിംഗ് ടേബിളിലെത്തുമ്പോൾ ഒരുപക്ഷെ ഖാർഗുദ്വീപ് പിടിക്കാൻ അമേരിക്ക പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാം. ഇനിയാണെങ്കിലും പിടിച്ചുകൂടായികയില്ല. ഹോർമൂസ് മാത്രം വെച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇറാന് മറ്റ് രാജ്യങ്ങളുമായി, ലോകരാജ്യങ്ങളുമായി, അമേരിക്കയുമായി പ്രത്യേകിച്ച് വിലപേശാനാവും. അതുകൊണ്ട് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലേക്കെങ്കിലും ലോകത്തെ കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന പരിമിതമായ ഒരു ആഗ്രഹം മാത്രമേ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നടന്നു എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ഇറാൻ്റെ സേന കേപ്പബിലിറ്റി അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യാം. അത് ക്ലെയിം മാത്രമാണ്. ഇറാൻ്റെ അവസാന ദിവസങ്ങളിലും ഇറാൻ്റെ പ്രഹരമേറ്റ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും കേടുപാടുകൾ പറ്റിയതും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇറാൻ്റെ പോരാട്ട ശേഷി പൂർണ്ണമായി തകർന്നിട്ടില്ല. അതുമാത്രമല്ല, കരയുദ്ധമേ ഉണ്ടായില്ല. യഥാർത്ഥ ശക്തി ഇറാൻ്റെ കരയുദ്ധത്തിലാണല്ലോ. അത് പരിശോധിക്കാൻ പോലും, ടെസ്റ്റ് ചെയ്യാൻ പോലുമുള്ള അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അമേരിക്ക ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് കരുതാനാണ് ലോകം ഇപ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ കരുതുന്നത്. അങ്ങനെയാണ് തയ്യാറാകുന്നത്. അതുകൊണ്ട് ഇറാൻ എക്കാലത്തും ഇനിയുള്ള കാലങ്ങളിൽ ഹോർമൂസ് വെച്ച് എല്ലാ ചർച്ചകളും ഹോർമൂസിലേക്ക് എത്തിക്കും. കാരണം ടെറിറ്റോറിയൽ അഡ്വാൻറ്റേജ് അങ്ങനെയാണ്. ഇറാൻ്റെ ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. ഇറാൻ്റെ പള്ളയിലേക്ക്, ഇറാൻ തെക്കൻ പ്രദേശത്തേക്ക് കയറി നിൽക്കുന്ന ഒരു ഭൂമിയാണ് ഈ UAEയുടെയും അതുപോലെ ഒമാൻ്റെയും. അതിനിടയിലൂടെ ഞെങ്ങി വേണം കപ്പലുകൾക്ക്. ഏതാണ്ട് 33 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഏറ്റവും ലോവസ്റ്റ് വീതിയുള്ള ഭാഗത്ത് 33 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. ചിലയിടങ്ങളിൽ കൂടുതൽ വീതിയുണ്ട്. ഈ കുപ്പിക്കഴുത്ത് കടന്ന് കപ്പലുകൾക്ക് ഇറാൻ്റെ മിസൈലുകളെയും ഗൺബോട്ടുകളെയും ഒക്കെ അതിജീവിച്ച്, ഈവൻ മൈനുകളെയും അതിജീവിച്ച് പോകണമെങ്കിൽ ഇറാൻ്റെ അനുവാദം ഉണ്ടാവണം. അതിലേക്കാണ് ചർച്ചകളെല്ലാം തന്നെ വരാൻ പോകുന്നത്. അതുകൊണ്ട് ആണവായുധങ്ങൾക്ക് 2ാം സ്ഥാനമേ ഉണ്ടാവൂ. മിസൈലുകൾ കുറച്ചു കൊണ്ടുവരുന്നതിന് 3ാം സ്ഥാനമേ ഉണ്ടാവൂ. ഭരണമാറ്റം എന്നൊരു കാര്യം, ഇറാനിലെ ഭരണമാറ്റം എന്നത്, റെജീം ചേഞ്ച് എന്നത് ഒരു പരിഗണനാ വിഷയം പോലും ആകാൻ സാധ്യതയില്ല. ആദ്യഘട്ടത്തിലെ ചർച്ച എല്ലാം തന്നെ ഇപ്പോൾ 15 കപ്പലുകൾക്കാണ് കടന്നു പോകാൻ അനുമതി. അത് എണ്ണം കൂട്ടണമെന്നായിരിക്കും ആദ്യ ഡിമാൻഡ്. 2ാമത്തെ ഡിമാൻഡ് ഹോർമൂസ് പൂർണ്ണമായി നാവിഗബിൾ ആക്കണം. അമേരിക്ക തന്നെ പറയും തങ്ങളുടെ കപ്പലുകൾക്കും കടന്നു പോകാൻ, ഗൾഫ് രാജ്യങ്ങളുടെ മാത്രമല്ല തങ്ങളുടെ കപ്പലുകൾക്കും കടന്നു പോകാൻ അനുവാദം വേണം. ഇപ്പം ഇതൊക്കെ ട്രേഡല്ലേ. ഈ ട്രേഡ് എന്ന് പറയുന്ന ലൈഫ് ലൈനാണ്, കട്ട് ചെയ്യാനാവില്ല. സപ്ലൈ ലൈൻസ് ചോക്ഡ് ആവുകയാണെങ്കിൽ ലോകത്തിനുണ്ടാകാൻ പോകുന്ന സ്പൈറലിംഗ് എഫക്റ്റ് വളരെ വലുതാണ്. ആത്യന്തികമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുമെന്ന പൂർണ്ണമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഹോർമൂസ് തുറക്കുന്നതിന് പ്രധാനപ്പെട്ട പരിഗണന കൊടുക്കുന്നത്.